ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. 2 കാഴ്ചകൾ എന്നെ കുടുകൂടെ ചിരിപ്പിക്കാറുണ്ട്. ഒന്നാമത്തെ കാഴ്ച, ബീവറേജസിന് മുന്നിൽ ഏതോ കപ്പിളക്ക് മുമ്പിൽ പാരവശ്യത്തോട് നിൽക്കുന്ന പോലെ നിൽക്കുന്ന കുടിയന്മാരുടെ ആ അച്ചടക്കത്തിൻ്റെ കാഴ്ച. പരിഭവങ്ങളില്ല, പരാതികളില്ല, ഇത്ര നേരം കാത്തിരുന്നിട്ടും യാതൊരു വിധത്തിലും മടുപ്പില്ല, മുഷിപ്പില്ല. കൈകൂപ്പി ദർശനത്തിന് കാത്തു നിൽക്കുന്ന ഏതോ ഒരു ഭക്തനെ പോലെ അയാളങ്ങനെ നിൽക്കുന്നു, ആൾക്കൂട്ടത്തിൽ അലിഞ്ഞേർന്ന്. ഇത്രക്കേറെ തിരക്ക് നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വേറെ എങ്ങും കണ്ടിട്ടുമില്ല. അച്ചടക്കമുള്ള, നമ്മെ ആകർഷിക്കുന്ന വിധത്തിലുള്ള സമഭാവനയോടുകൂടിയ ഒരു കൂട്ടം. ചിരിപ്പിക്കുന്ന കാഴ്ച. രണ്ടാമത്തെ ഒരു കാഴ്ച, ചില കുടിയന്മാരുടെ സൗഹൃദ കൂട്ടായ്മയുണ്ട്. നാനാജാതി മതസ്ഥർ തനി സോഷ്യലിസം പ്രകടമാക്കിക്കൊണ്ട് ഒരുമിച്ച് ചേരും. ഏകോദര ഭാവത്തോടുകൂടി ഒരു ജാതി, ഒരു മതം, ഒരു വിശ്വാസം, കുടിക്കണം, പൂസാകണം, അത്രമാത്രം. ആ കാഴ്ചയും ചിലപ്പോഴൊക്കെ എന്നെ ചിരിപ്പിക്കാറുണ്ട്. പിന്നെ മലയാളികൾ കാഞ്ഞ ബുദ്ധിയുള്ളവരാണ്. എന്തിലും ഏതിലും കടുത്ത ബുദ്ധി, സാമർഥ്യം കൊണ്ടുവന്ന് കളയും. കഴിഞ്ഞ ഓണത്തിന് ഒരു കാർഡ് കിട്ടിയിരുന്നു. ഹാപ്പി ഓണം എന്നുള്ളതിൻ്റെ മുന്നിൽ 1-2 ലെറ്റേഴ്സ് കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഹാപ്പി ഓണം എന്ന് വലുതായിട്ട് എഴുതിയിരിക്കുന്നു. ഹാപ്പിക്ക് മുന്നിലായിട്ട് എസ് ഉണ്ട്, ഓണത്തിന് മുമ്പിലായിട്ട് പി ഉണ്ട്. അപ്പോൾ ഹാപ്പി ഓണം ഷാപ്പിൽ പോണം എന്നാക്കി മാറ്റുന്നു. അപ്പോൾ ഓണം ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ ഷാപ്പിൽ പോയേ തീരൂ എന്ന് പറയാതെ പറയുന്ന ഒരു കുസൃതി. കുടിയന്മാരോട് വാദിക്കാനൊന്നും പോകരുത്. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കടുത്ത തത്വശാസ്ത്രമുണ്ട്. ചിലവരൊക്കെ മതത്തെ പോലും കോട്ട് ചെയ്ത് കളയും. ഒരു മദ്യപാനി പറയുന്നുണ്ട്, സത്യത്തിൽ ആരാണ് ഇതൊക്കെ തുടങ്ങി വെച്ചത്? ഈശോ അല്ലേ? കാനായിൽ കല്യാണ വിരുന്നിൽ അങ്ങനെന്തിനാണ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയത്? അപ്പോൾ ആദ്യമായിട്ട് മദ്യപാനത്തിൻ്റെ ഉപജ്ഞാതാവായി തീർന്ന വ്യക്തിയാണ്. കർത്താവ് പറഞ്ഞത് സ്വീകരിക്കേണ്ടി വരുമല്ലോ. പിന്നെ മറ്റൊരു മദ്യപാനി പറയുന്നുണ്ട്, കർത്താവ് ഇപ്പോഴും കരുണയോടുകൂടി പറയുന്നൊരു കാര്യമുണ്ട്, ഇതിങ്ങനെയാണ് നിൽക്കുന്നത്, 2 പെഗ്ഗാകാം. ഇങ്ങനെയൊക്കെ പറയുന്ന മദ്യപാനിയോടൊന്നും സംസാരിച്ച് പോകരുത് എന്ന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ വിലക്കുന്നുണ്ട്. അങ്ങനെയല്ല, രസകരമായ കാഴ്ചകളൊക്കെ കണ്ടുപോകുന്നതിനിടയിൽ ഒരു കാര്യം മനസ്സിലാക്കി, മദ്യപാനികൾക്കും ഒരു മധ്യസ്ഥനുണ്ട്. കള്ളു കുടിക്കുന്നത് സിസ്റ്റമാറ്റി ആക്കി മാറ്റുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു മധ്യസ്ഥനല്ല, തെറ്റിദ്ധരിച്ചേക്കരുത്. കള്ളുകുടിയിൽ നിന്നും വിമോചനം നേടുന്നതിന് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് ശ്രമിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധനാണിത്. അയർലൻഡുകാരനാണ് വിശുദ്ധ മാറ്റ് ടാൽബോത്ത്. പേര് ഓർത്തിരിക്കുക അത്ര എളുപ്പമല്ല. പിന്നെ ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നി. കാരണം കുടിച്ച് മാനം പോലും മുടിപ്പിച്ച് കളയുന്നവരുടെ എണ്ണം ഒരുപാട് പെരുകിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ കള്ളു കുടിക്കുന്നവരുടെ പ്രായം 6ലും 7ലും പഠിക്കുന്ന കുട്ടിയുടെ പ്രായമായി ചുരുങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി വരേണ്ടി വരും എന്നൊരു ചിന്ത കൂടി എനിക്കുണ്ട്. ഏതായാലും വിശുദ്ധ മാറ്റ് ടാൽബോത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു യാത്ര നടത്തുന്നത് നല്ലതാണ്. മദ്യപാനശാലയിൽ ജോലിക്കാരൻ. പലപ്പോഴും മദ്യം വിളമ്പി മദ്യപാന്മാരായി മാറുന്നവർ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പരിചയമുണ്ട്. വളരെ നന്നായിട്ട് മദ്യമൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ ജീവിതം തന്നെ ഒഴിച്ചു കളയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഇത്തരം ഒരാളാണ് ഇദ്ദേഹം. മദ്യപാനശാലയിലായിരുന്നു ജോലി. ചെറുപ്രായത്തിലെ ജോലി തുടങ്ങി. ചെറുപ്രായത്തിൽ തന്നെ ജോലിക്കൊപ്പം തന്നെ അല്പം മദ്യം അകത്താക്കുന്ന ശീലവും തുടങ്ങി. പിന്നെ മദ്യക്കുപ്പി പോലെ ഇയാൾ ഒഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ അയാളുടെ ജീവിതം വല്ലാതെ തകർന്ന് തരിപ്പണമായി പോയി. ഇതാണ് ഇയാളുടെ ജീവിതത്തിൻ്റെ ആകെ തുകയായിട്ട് പറയാനുള്ളത്. തികഞ്ഞ മാന്യനായ മദ്യപാനിയായിരുന്നു. കാരണം മദ്യം അകത്തി വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം വളരെ സ്നേഹമുള്ള ആളായി മാറും, പുഞ്ചിരിക്കും, പാട്ടുപാടും. നിങ്ങളങ്ങനെയുള്ള മദ്യപാന്മാരെ കണ്ടിട്ടുണ്ടാകാം. ചുരുക്കം ചില ആളുകളാണ് അക്രമാസക്തരായി മാറാറ്. ഭൂരിഭാഗം ആളുകളും മാന്യന്മാരായ മദ്യപാനികളാണ്. അവർ മദ്യം അകത്താക്കി കഴിയുമ്പോൾ വളരെ സ്നേഹമുള്ളവരായി മാറുന്നു. തന്ത്രശാലികളായ മക്കൾ ഈ സമയത്താണ് അവരിൽ നിന്നും ആനുകൂല്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നേടിയെടുക്കുക. അവർ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും. മദ്യത്തിൻ്റെ ആ ഒരു ഫീലിൽ നിന്നും പുറത്ത് ആകുന്നതിന് മുമ്പ് എന്തു വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യുന്ന ആൾ.
ഇത് തന്നെയായിരുന്നു മാറ്റ് ടാൽബോത്തും. അദ്ദേഹം മദ്യപിക്കാൻ വേണ്ടി പിന്നെ പണയം വെക്കും പലതും. കാരണം ശനിയാഴ്ചയാണ് ശമ്പളം കിട്ടുക, അത് മുഴുവൻ ചിലവാക്കും. ചെറിയൊരു തുക മാത്രം അമ്മയ്ക്ക് കൊടുക്കും. ബാക്കി ചിലവാക്കി എന്നിട്ടും മദ്യത്തിന് തികയാതെ വരുമ്പോൾ കോട്ട്, ഷൂസ് മുതലായവ അദ്ദേഹം പണയം വെക്കും. ചിലപ്പോൾ വിറ്റ് കളയും. ഇനി ആളുകളിൽ നിന്ന് എന്തെങ്കിലും കവർന്നെടുത്ത് അതും വിറ്റ് കളയും, എന്നിട്ട് കുടിക്കും. ഇനി കുടിക്കുമ്പോഴും അദ്ദേഹത്തിന് മറ്റൊരു ദുശീലം കൂടിയുണ്ട്. ആരെങ്കിലും കുടിപ്പിക്കുകയും വേണം. ഒട്ടുമിക്ക മദ്യപന്മാർക്കുള്ള ഒരു ദുശീലമാണത്. ഞാനും നന്നാവില്ല, മറ്റാരെയും നന്നാക്കുകയുമില്ല എന്ന മറ്റുള്ളൊരു കടുത്ത സ്നേഹപ്രകടനം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരുപാട് പേരെ വലിച്ചിഴച്ച് കൊണ്ടുപോയി കുടിപ്പിച്ച് അവർ കുടിക്കുന്നത് കണ്ട് നിർവൃതി നേടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പോകുന്ന ഈ മനുഷ്യൻ പലപ്പോഴും ആളുകളിൽ നിന്ന് കവർന്നെടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരിക്കലും ഒരു ഫിഡിലുകാരൻ, അയാൾ സുന്ദരമായി വഴിയോരത്തിരുന്ന് ഫിഡിൽ വായിച്ച ആളുകളെ സന്തോഷിപ്പിക്കും. അവരിൽ നിന്ന് കിട്ടുന്ന തുക കൊണ്ട് ജീവിതം കഴിച്ചു പോന്നു. ഈ ഫിഡിൽ വാദ്യക്കാരിൽ നിന്നും ഫിഡിൽ കട്ടെടുത്ത് അത് വിറ്റ് എന്നിട്ട് ഇയാളറിയാതെ ഇയാളെയും കൂട്ടിക്കൊണ്ട് മദ്യശാലയിൽ ചെന്ന് അയാളെയും കുടിപ്പിച്ചു. അയാൾ കരുതിയത് അയാളുടെ ഫിഡിൽ വായന കേട്ടിട്ട് ആനന്ദിച്ച് അയാൾക്കൊരു പാരിതോഷികം നൽകിയതാണ് എന്നായിരുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലാക്കിയത് അയാളുടെ ഫിഡിൽ തന്നെയാണ് ഇപ്പോൾ വിറ്റ്, അതുകൊണ്ടാണ് മദ്യപിക്കുന്നതെന്ന്. ആ പാവം പൊട്ടിക്കരഞ്ഞു പോയി. പാതി വഴിയിൽ പാട്ട് നിന്ന് പോയ പാട്ട് പെട്ടി പോലെ അയാൾ കരഞ്ഞു. പിന്നീട് ഈ വിശുദ്ധ മാറ്റ് ടാൽബോത്ത് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ കാഴ്ചയായിരുന്നത് ആ ഫിഡിൽകാരൻ്റെ കരച്ചിൽ. കാരണം അയാൾക്ക് നഷ്ടപ്പെട്ടത് അയാളുടെ ജീവൻ തന്നെയാണ്. ഈ മദ്യപിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തേക്കണം. പലരുടെയും ജീവിതത്തിൽ പാട്ട് മുഴുവൻ അപഹരിച്ചിട്ടാണ് നമ്മൾ കൂട്ടം കൂടി കുടിച്ചു കൂത്താടി നടക്കുക. ചില മനുഷ്യരുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ തിരിയും കരിന്തിരിയാക്കി മാറ്റിക്കൊണ്ടാണ് ഈ വെട്ടമൊട്ടുമില്ലാത്തൊരു ബാറിലിരുന്ന് നമ്മൾ കുടിച്ച് അകത്തെ വെട്ടവും ചോർത്തിക്കളയുന്നത്. മറ്റൊരാളുടെ പാട്ട് നിർത്താൻ, അത് തല്ലിക്കെടുത്തി കളയാൻ നമുക്ക് എന്താ അവകാശമാണുള്ളത്? ആ ഒരു ചോദ്യം ചോദിച്ചാൽ തന്നെ ഒരുപക്ഷെ കള്ളുകുടിക്കുള്ള വല്ലാത്ത പ്രേരണ മനസ്സിൽ കെട്ടടങ്ങി പോകുമായിരിക്കാം. ഇങ്ങനെയൊക്കെ ശീലിച്ചിരുന്ന ഇദ്ദേഹം ഒരിക്കൽ പണമില്ല കള്ളുകുടിക്കാനായിട്ട്. പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, പണയമായിട്ട് പലതും വിൽക്കും. അപ്പോൾ പണയത്തിന് കൊടുക്കാൻ ഒന്നുമില്ല. ഇനി കടം വാങ്ങിക്കാൻ ആളുകളുമില്ല. എന്നിട്ട് കുടിക്കണം. കുടിക്കുവാനുള്ള വലിയ താല്പര്യത്തോടു കൂടി ആരെങ്കിലും സഹായിക്കുമെന്ന് കരുതി വഴിയോരത്ത് വന്നു നിന്നു. കൂട്ടുകാരൊക്കെ കണ്ടതായി നടിച്ചില്ല. വഴിമാറിപ്പോയി മറ്റു ചിലർ. അയൽപക്കക്കാരും വഴിമാറിക്കളഞ്ഞു. അവസാനം പിച്ചക്കാരനെ പോലെ ശരിക്കും കയ്യിൽ നിന്നിട്ട് നിൽക്കുകയാണ്, ഇരച്ചിരച്ച് എന്തെങ്കിലും തരണേ എന്ന മട്ടിൽ. ചില മദ്യപന്മാർ ഇങ്ങനെയാണ്, തനി ഭിക്ഷുക്കളെ പോലെയായി മാറും, കയ്യിൽ നീട്ടി നിൽക്കുന്ന ആണോ. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട, ഒറ്റപ്പെടുത്തപ്പെട്ട, കുറ്റപ്പെടുത്തപ്പെട്ട ഒരുവൻ്റെ വല്ലാത്ത വിഹുലതയുടെ നൊമ്പരം അത് ഈ വിശുദ്ധനുണ്ടായി. ആ നൊമ്പരം അയാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന നൊമ്പരമായിട്ട് മാറി. ആ നിന്ന നിൽപ്പിൽ അയാളൊരു തീരുമാനം എടുത്തു, ഇങ്ങനെയൊക്കെ നാണം കെടാൻ വയ്യ. എല്ലാവരുടെ മുമ്പിൽ അവജ്ഞാപാത്രം പോലെ കയ്യിൽ നീട്ടി നിൽക്കുന്ന ഒരാൾ വയ്യ. അയാളൊരു തീരുമാനം എടുത്തു, ഇനി മദ്യപിക്കില്ല. ചില നാണം കെടുത്തുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ നാണം കെടുത്തുന്ന അനുഭവങ്ങൾ നമ്മെ ജീവിതത്തിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടുവരും. വിശുദ്ധ മാറ്റ് ടാൽബോത്തിൻ്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. ഈ അനുഭവത്തിന് ശേഷം അദ്ദേഹം നേരെ ഹോളി ക്രോസ് പള്ളിയിലേക്ക് ചെല്ലുന്നു. അവിടെ ഒരു വൈദികനുണ്ടായിരുന്നു. മദ്യപന്മാരിൽ നിന്ന് മദ്യപിക്കില്ല എന്നുള്ള ഒരു പ്രതിജ്ഞാപത്രം എഴുതി വാങ്ങിപ്പിക്കുന്നതിൽ സർവ്വതാ ശ്രദ്ധ പതിപ്പിച്ചിരുന്ന ഒരു വൈദികൻ. അദ്ദേഹം ഇങ്ങനെ മദ്യപാനം ഒരുമിച്ച് കൂടിയിട്ട് 1 മാസത്തേക്ക് 2 മാസത്തേക്ക് മദ്യം കുടിക്കുകയില്ല എന്ന ഒരു സാക്ഷ്യപത്രം എഴുതി ഒപ്പിട്ട് വാങ്ങിക്കും. ഇവിടെ ചെന്നിട്ട് 1 മാസത്തേക്ക് അദ്ദേഹം സാക്ഷ്യപത്രം ഒപ്പിട്ട് കൊടുക്കുന്നു. പിന്നെ പ്രലോഭനങ്ങൾ ഒന്നിനു പറയുക മറ്റൊന്നായി വരുന്നു. ഏതൊരു പ്രശസ്തനായ സാഹിത്യകാരൻ പറഞ്ഞതുപോലെ മദ്യം നിർത്തുന്നത് എത്ര എളുപ്പമാണ്, ഞാൻ തന്നെ എത്ര പ്രാവശ്യം നിർത്തിയിട്ടുണ്ട്. ശരിക്കും അങ്ങനെയാണ്, നിർത്തുന്നത് വളരെ എളുപ്പമാണ്. ചില ആളുകൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കും, വീണ്ടും തുടങ്ങാൻ വേണ്ടി മാത്രം. ഇതുപോലെയാണ് മാറ്റ് ടാൽബോത്തിൻ്റെയും ആദ്യത്തെ അനുഭവങ്ങൾ. നിർത്തി എന്നുള്ള പ്രതിജ്ഞാപത്രമൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടും പിന്നീട് ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരാഗ്രഹമാണ്. പ്രലോഭനങ്ങൾ പല രൂപത്തിൽ വരുന്നുണ്ട്. സോഫ്റ്റ് ടച്ച് പോലെ വരുന്ന പ്രലോഭനത്തെ നേരിടാനാണ് ഏറ്റവും വലിയ പ്രയാസം. കൊടുങ്കാറ്റ് വന്ന് ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ നേരിടാൻ പറ്റും, പക്ഷേ ഇളംകാറ്റിൽ ചില സമയത്ത് തളർന്നു പോകും. ഇവിടെ ഇളംകാറ്റേറ്റ് തളരുകയാണ്. സ്നേഹിതരുടെ സ്നേഹം നിറഞ്ഞ പ്രലോഭനങ്ങൾ, സ്നേഹം നിറഞ്ഞ സമ്മർദ്ദങ്ങൾ. പക്ഷെ അതിനെയും അതിജീവിച്ചുകൊണ്ട്
അദ്ദേഹം തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ദൈവസന്നിധിയിലെടുത്ത പ്രതിജ്ഞ താൻ ആ പ്രതിജ്ഞ നിറവേറ്റാതിരിക്കുന്ന വലിയ തെറ്റാണെന്നുള്ളൊരു ചിന്തയാണ് വന്നത്. ഇനി മദ്യത്തിൽ നിന്നും വിമുക്തി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സിസ്റ്റമാറ്റിക് അപ്രോച്ച് വളരെ നന്നായിരിക്കും. ഒന്ന്, സ്റ്റേജ് 1, ദൈവസന്നിധിയിലെ ഉറച്ച ബോധ്യത്തോടുള്ള പ്രതിജ്ഞ. ദൈവത്തിന് തന്നെ വിട്ടുകൊടുത്താൽ മാത്രമേ നാരകീയമായ പലതിൽ നിന്നും വിമുക്തി നേടാനാവൂ എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ ദൈവസന്നിധിയിലെ ഈ പ്രതിജ്ഞ എടുത്തതിന് ശേഷം അദ്ദേഹം തന്നെ എഴുതിയുണ്ടാക്കിയൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഒരുപക്ഷെ മദ്യപിക്കുന്ന ആർക്കും ഉപകാരപ്രദമായൊരു പ്രാർത്ഥനയാണ്. അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ദൈവമേ, എന്നിൽ നല്ലതല്ലാത്തതായി നീ കാണുന്ന എന്തും പൂർണ്ണമായി നശിപ്പിക്കണമേ. എന്നിൽ വഷളായിട്ടുള്ളവയെയും അനുസരണമില്ലാത്തവയെയും അവിടുന്ന് എടുത്തു മാറ്റണമേ. അങ്ങേക്ക് അനിഷ്ടകരമായ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനും എനിക്ക് ഇടവരുത്തരുത്. എൻ്റെ സ്വന്തമായിട്ടുള്ള വകയിൽ കൂടുതൽ ആശ്രയിക്കാതിരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എനിക്ക് ശരിയായ എളിമയും യഥാർത്ഥമായ ക്ഷമയും നൽകണമേ. എൻ്റെ നാവിനെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നതിനുള്ള കൃപ തരണമേ. എനിക്ക് ഈ പ്രാർത്ഥന വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കുകയാണ്: ദൈവമേ, എന്നിൽ നല്ലതല്ലാത്തതായി നീ കാണുന്ന എന്തും പൂർണ്ണമായി നശിപ്പിക്കണമേ. എന്നിൽ വഷളായിട്ടുള്ളവയെയും അനുസരണമില്ലാത്തവയെയും എന്നിൽ നിന്നും അവിടെ നിന്ന് എടുത്തു മാറ്റണമേ. അങ്ങേക്ക് അനിഷ്ടകരമായ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനും എനിക്കിടവരുത്തരുത്. എൻ്റെ സ്വന്തമായിട്ടുള്ള വകയിൽ കൂടുതൽ ആശ്രയിക്കാതിരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എനിക്ക് ശരിയായ എളിമയും യഥാർത്ഥമായ ക്ഷമയും നൽകണമേ. എൻ്റെ നാവിനെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നതിനുള്ള കൃപ തരണമേ. ഈ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ജീവിത മന്ത്രം പോലെയായി മാറി. അടുത്തതായിട്ട് ഇദ്ദേഹം ചെയ്തത് അലസതയ്ക്കെതിരെ സ്വയം ഒരു കമ്പയിൻ ആരംഭിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും അലസമായിരിക്കുമ്പോഴാണ് ജീവിതം ഏറ്റവും ക്രമം കെട്ടതായി മാറുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ തുടക്കം തന്നെ അലസതയുടെ തുടക്കമാണെന്ന് വിചാരിക്കുക. അന്നത്തെ ദിശയെ ആ അലസത നിശ്ചയിച്ചു കഴിഞ്ഞു. തുടക്കം തന്നെ അലസമായിരുന്നു, ഉദാസീനമായിരുന്നു. പിന്നീടുള്ള ജീവിതത്തിൻ്റെ ഓരോ ചുവടുവെപ്പിലും ഉദാസീനത നിറഞ്ഞു നിൽക്കും. അതുകൊണ്ട് ഓരോ ദിവസവും അലസതയ്ക്ക് ഒട്ടും ഇടം കൊടുക്കാത്ത വിധത്തിൽ ഒരു ചിട്ടയും ക്രമവും ഒരു ടൈം ടേബിളും അദ്ദേഹം കൊണ്ടുവന്നു. ഇപ്പോൾ ഇന്നത് ചെയ്യണം, അടുത്തത് ഇങ്ങനെയായിരിക്കണം എന്നുള്ള വിധത്തിൽ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തി. നന്നാകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. ക്രമമില്ലാതെ സന്തോഷമൊന്നും വരില്ല. ഡിസിപ്ലിൻ, ഡിസൈപ്പിൾ, ഈ രണ്ട് പദങ്ങളും ഒരേ മൂലത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഒരാൾക്ക് ഡിസൈപ്പിളായി മാറണമെങ്കിൽ, ശിഷ്യനായി മാറണമെങ്കിൽ ഡിസിപ്ലിൻ അത്യാവശ്യമാണ്. ആ ഡിസിപ്ലിൻ വന്നു കഴിയുമ്പോൾ അലസ ജീവിതത്തിൻ്റെ വല്ലാത്ത ഒരു മരവിപ്പ് മാറിക്കിട്ടും. മൂന്നാമതായിട്ട് ഇദ്ദേഹം ചെയ്തത് ഇടവിടാതെ പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, കാരണം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇടവിടാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നാലാമതായിട്ട് ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ പറ്റുന്ന വിധത്തിൽ നല്ല പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടേയിരുന്നു. കൺഫെഷൻ പോലുള്ള പുസ്തകങ്ങൾ, സെയിൻറ്റ് അഗസ്റ്റിൻ്റെ കൺഫെഷൻ ഒരുപാട് ഇദ്ദേഹത്തെ സഹായിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലുള്ള പുസ്തകങ്ങൾ അദ്ദേഹം എപ്പോഴും വായിച്ചു കൊണ്ടേയിരുന്നു. വല്ലപ്പോഴും അകത്ത് പ്രലോഭനങ്ങൾ ശക്തമായി കഴിയുമ്പോൾ ഇതുപോലുള്ള പുസ്തകങ്ങൾ ആ പ്രലോഭനത്തെ നേരിടാനുള്ള കരുത്ത് പകരുന്ന പുസ്തകങ്ങളായിട്ട് മാറി. വീണ്ടും ഒന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥനയും പുസ്തക വായനയും ഇദ്ദേഹത്തെ സഹായിച്ചു. അടുത്തൊരു മാർഗം കുമ്പസാരം. ഒരു ആത്മീയ ഉപദേഷ്ടാവിനെ ഇദ്ദേഹം കണ്ടെത്തി. എന്നിട്ട് സ്വയം ബലം നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന് തോന്നുന്ന സമയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ആ ബലം റീചാർജിങ് വീണ്ടും ഒന്ന് നേടിയെടുക്കാൻ വേണ്ടി കുമ്പസാരക്കൂട്ടിലേക്ക് അദ്ദേഹം ഓടിപ്പോകുമായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാനായിട്ട് നമുക്കും സാധിക്കും. ഇനി മാറ്റ് ടാൽബോത്തിൻ്റെ ജീവിതത്തിലൂടെ പ്രവേശിക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തു. ഈ മദ്യപിക്കുന്ന സമയത്ത് കടം വാങ്ങിയിരുന്ന ഒരുപാട് പേരോട്, എന്നിട്ട് കടമൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ സുബോധം വീണ്ടും കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തത് കടക്കാരെ ഓരോരുത്തരായിട്ട് സമീപിച്ച് അവർക്ക് കൊടുക്കേണ്ട തുകയൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ജീവിതം തന്നെ കടമായിട്ട് കിട്ടിയതാണ്.
അതുകൊണ്ട് ദാനമായി കിട്ടിയ ഈ ജീവിതത്തെ വെറുതെ എറിഞ്ഞുടച്ച് കളയരുത് എന്നൊരു ചിന്തയാണ്. ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, കുത്തഴിഞ്ഞ പുസ്തകം പോലെയാണ് എൻ്റെ ജീവിതം, ശരിക്കും കുത്തഴിഞ്ഞ് കിടക്കുകയാണ്, ഇനി എങ്ങനെ ശരിയാക്കാനാണ്? അപ്പോൾ ദൈവം പറഞ്ഞു, കുത്തഴിഞ്ഞ പുസ്തകം പോലെയാണ് നിൻ്റെ ജീവിതം, പക്ഷെ കുത്തഴിഞ്ഞ ഈ പുസ്തകം ശരിയാക്കാൻ പ്രാർത്ഥനയുടെ ഒരു ചരട് മതി, അത്രയും മതി. ആ ചരടുണ്ടെങ്കിൽ എല്ലാം നേരെയാകും. അപ്പോൾ കടമായി കിട്ടിയ ഈ ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തെക്കുറിച്ച് ദാനബോധത്തോടെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കടം വീട്ടി ജീവിക്കുന്ന, നന്ദിയോട് ജീവിക്കുന്ന ഒരാളായി മാറുന്നു. ഇതും രസകരമായ ഒരു കാഴ്ചയാണ്. പക്ഷേ അകത്ത് ഈ സമ്മർദ്ദങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ മാറ്റ് ടാൽബോത്ത് വ്യത്യസ്തനായൊരു മനുഷ്യനായി മാറി. പണ്ട് മദ്യത്തിനടിമയായിരുന്ന ആൾക്ക് ഇപ്പോൾ അകത്തുള്ളൊരു ഹയർ സെൽഫിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി, ആളുകൾ മാതൃകയാക്കാൻ തുടങ്ങി. ഒരിക്കൽ പരസ്പരം കലഹിക്കുന്ന രണ്ടുപേരുടെ ഇടയിലേക്ക് ഇദ്ദേഹം ചെന്നു. രണ്ടുപേരും കലഹിച്ച് കോപം നിറഞ്ഞ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്ത്രം പോലെ ഇതുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇടയിലേക്ക് വന്നിട്ട് ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇപ്പോൾ നിങ്ങൾ കുരിശിൽ തറച്ചത് ഈശോയാണ്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ഇങ്ങനെയുള്ള ചില ഇടപെടലുകൾ വരുത്തുന്ന മാറ്റമുണ്ട്. അവരുടെ പണിസ്ഥലം ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്താൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഇടമായി മാറി. ചില സാന്നിധ്യങ്ങൾ ഇടങ്ങളെ മെച്ചപ്പെടുത്തും, ചില സാന്നിധ്യങ്ങൾ ഇടങ്ങളെ വളരെ മോശമാക്കും. എൻ്റെ സാന്നിധ്യം എങ്ങനെയാണ്, ഏത് സ്വാധീനമാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും. ഇനി ഇദ്ദേഹത്തിന് മാതാവിനോടുള്ള ഭക്തി അനാദൃശ്യമായിരുന്നു. ചെറിയൊരു മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു. ഉറങ്ങുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മയും മറ്റുള്ളവരും സാക്ഷ്യപ്പെടുത്തുക, ഉറങ്ങുന്ന നേരത്തൊക്കെ ഈ മാതാവിൻ്റെ ചെറു രൂപം അദ്ദേഹം കയ്യിൽ നെഞ്ചോട് ചേർത്ത് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കും. അമ്മ ഇയാളെ കെട്ടിപ്പുണർന്ന് തിന്മയിൽ നിന്നും സകലവിധ നശീകരണ പ്രവണതകളിൽ നിന്നും അയാളെ സംരക്ഷിച്ചു പോകുന്നു എന്നൊരു വിശ്വാസം. ആ വിശ്വാസത്തോടു കൂടിയാണ് ഇദ്ദേഹം മുന്നിലേക്ക് യാത്ര തുടർന്നുകൊണ്ടിരുന്നത്. ഇനി പള്ളിയിലൊക്കെ പ്രവേശിച്ചു കഴിയുമ്പോൾ മാറ്റ് ടാൽബോത്ത് വണങ്ങുന്ന രീതി കണ്ടിട്ട് ദൈവം സത്യമായിട്ട് അവിടെയുണ്ട് എന്ന ആളുകൾക്ക് തോന്നുമായിരുന്നു അത്രേ. നമ്മളുടെയൊക്കെ പള്ളിയിലെ വണക്ക രീതികൾ എന്നൊക്കെ പറയുന്നത് ഏതൊരു ആചാരം നമ്മളെ പഠിപ്പിച്ചത് കൊണ്ട് മാത്രം ചെയ്യുന്ന വണക്ക രീതിയാണ്. കള്ളന്മാർ 2 പേർ പള്ളിയിൽ പ്രവേശിച്ചു, കക്കാവുന്ന മുഴുവൻ കട്ടെടുത്തു, എന്നിട്ട് ഇരുളിൻ്റെ മറവറ്റി ഇരുൾ പോലെ പുറത്തേക്ക് പോവുകയാണ്. ഒരു കള്ളൻ കരഞ്ഞുകൊണ്ട് മറ്റേ കള്ളനോട് പറയുന്നു, അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ എനിക്ക് സാധിച്ചു? അപ്പോൾ മറ്റേ കള്ളൻ ചോദിച്ചു, എൻ്റെ കുറ്റബോധം വന്നോ? പള്ളി വസ്തുക്കൾ കട്ടെടുത്തതിൽ കുറ്റബോധമാണോ? അതല്ല, ഇതെങ്ങനെ സാധിച്ചു എന്ന് വീണ്ടും കരയുകയാണ്. എൻ്റെ അമ്മ പഠിപ്പിച്ച കാര്യമൊക്കെ ഞാൻ മറന്നുപോയല്ലോ എന്ന് വീണ്ടും അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്തയാൾ ചോദിച്ചു, എന്താ നീ മറന്നത്? അയാൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, പള്ളിയിൽ നിന്നും തിരിച്ചു പോരുമ്പോൾ എല്ലാം കട്ടെടുത്ത് പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കാൻ മറന്നുപോയി. ഇത്തരത്തിലാണ് നമ്മുടെ വണങ്ങൽ. നമ്മളിങ്ങനെ യാന്ത്രികമായിട്ട് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താതെ വണങ്ങുന്നു, മുട്ടുമടക്കുന്നു, കുരിയുന്നു, കൂമ്പുന്നു, കൈകൂപ്പുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതമൊന്നും മാറുന്നില്ലല്ലോ. പക്ഷേ ഇദ്ദേഹം പള്ളിയിൽ പ്രണമിക്കുന്ന കാഴ്ച കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് തോന്നി സത്യമായിട്ടും കർത്താവ് ഇവിടെ ഉണ്ടെന്ന്. അത്രയ്ക്ക് ഭക്തിയോടെ, അത്രയ്ക്ക് സ്നേഹത്തോടെ, അത്രയ്ക്ക് നന്മയോടുകൂടിയാണ് അദ്ദേഹം ചെയ്തിരുന്നത് അത്രേ. പിന്നെ പള്ളിക്കാര്യങ്ങൾക്ക് വേണ്ടി അകമഴിഞ്ഞ് നൽകുന്ന രീതി ഉണ്ടായിരുന്നു. അത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രശംസിക്കപ്പെടാൻ വേണ്ടിയായിരുന്നില്ല. വിധവയുടെ ചില്ലിക്കാശ് പോലെ തൻ്റെ ഒരു സംഭാവന കൂടി വച്ചു നീട്ടുന്ന ഒരു രീതി. ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്നും അപഹരിച്ച് കടമെടുത്ത് കുടിച്ച് ജീവിതം തന്നെ കെടുത്തിക്കളഞ്ഞിരുന്ന ഒരാൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ കൂടുതൽ താല്പര്യം കാട്ടുന്ന വ്യക്തിയായി മാറി. ചൈനയിലും മറ്റുമുള്ള മിഷൻ കേന്ദ്രങ്ങളിലേക്ക് പണം എത്തിച്ചു കൊടുക്കുന്ന ഒരാളായും ഇദ്ദേഹം മാറി. പിന്നീട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിൻ്റെ സുഖം തിരിച്ചറിഞ്ഞ് അദ്ദേഹം അങ്ങനെ കല്യാണം കഴിക്കാതെ എല്ലാവർക്കും എല്ലാമായി ഓടി നടന്ന് അവസാനം ഓട്ടത്തിനൊടുവിൽ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞു നിൽക്കുന്ന ലഹരി പൂർണ്ണമായി ഉൾക്കൊള്ളുവാനായി ഈ ലോകത്തിൽ നിന്നും യാത്രയായി. ഇതുപോലൊരു വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ ചില ഇന്നർ സ്ട്രഗിൾ മൂലം വല്ലാതെ അസ്വസ്ഥരാകുന്നവർക്ക് ഒരാശ്വാസം കിട്ടും. ഇതുപോലെയൊക്കെ നടന്നാൽ രക്ഷപ്പെടാനാവും. നമ്മളാരും വളരെ ലേറ്റൊന്നുമല്ല, ഇന്ന് തുടങ്ങാവുന്നേ ഉള്ളൂ. ജീവിതത്തിൽ ഫുൾ സ്റ്റോപ്പൊന്നും കാലമിടുന്നില്ല, ഒരു കുത്തും കോമയുമാണ്. അതായത് നല്ലതെല്ലാം തുടങ്ങാവുന്നതേ ഉള്ളൂ.
യു ആർ നോട്ട് ടു ലേറ്റ്, യു ക്യാൻ സ്റ്റാർട്ട് ടുഡേ. ഇന്ന് ഫുൾ സ്റ്റോപ്പ് അല്ല ചങ്ങാതി, ഒരു കുത്തും കോമയും. നല്ല തീരുമാനത്തോടു കൂടി നല്ല യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുക. ദൈവം ഈ വിശുദ്ധനിലൂടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പുസ്തകം എഴുതിയ ജെയ്മോൻ കുമരകത്തിനും സോഫിയ ബുക്സിനും നന്ദി നേർന്നുകൊണ്ട് യാത്ര നമുക്ക് തുടരാം.